പെപ്സി മാത്രം വിറ്റുകൊണ്ട് പെപ്സി കമ്പനിയെക്കാട്ടിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു ഇന്ത്യൻ കമ്പനിയുണ്ട്. 1990-ലാണ് പെപ്സി ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ റീ എൻട്രി ചെയ്യുന്നത്. വന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഇത് സ്ഥലം വേറെയാണ്, ഇവിടെ മാർക്കറ്റിംഗും ബ്രാൻഡ് പവറും മാത്രം പോരാ, ഒരു ലോക്കൽ സപ്പോർട്ടും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രാൻഡിങ്ങും മാർക്കറ്റിംഗും പെപ്സി നോക്കിയപ്പോൾ അതിന്റെ ബോട്ടിലിംഗും ഡിസ്ട്രിബ്യൂഷനും ഫ്രാഞ്ചൈസികളെ ഏൽപ്പിച്ചു. ഇവിടെയാണ് വരുൺ ബെവറേജ് എന്ന് പറഞ്ഞ കമ്പനി ജനിക്കുന്നതും അതിന്റെ പുറകിലുള്ള സ്കോപ്പ് മനസ്സിലാക്കുന്നത്. 1995 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർത്തേൺ ഇന്ത്യയിലെ ഒരു ബോട്ടിലിംഗ് പാർട്ണറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിലെ എൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഹാൻഡിൽ ചെയ്യുന്നത് വരുൺ ബെവറേജാണ്. 2016 IPO-യിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ഫാക്ടറീസ് അവർക്കുണ്ട്. വരുൺ ബെവറേജ് എന്നുള്ള കമ്പനി പെപ്സി എന്നുള്ള ബ്രാൻഡ് ഓൺ ചെയ്യുകയോ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്തില്ല. പക്ഷേ അവർ പെപ്സിക്ക് പിറകിലുള്ള ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഫാക്ടറീസും ഡിസ്ട്രിബ്യൂഷൻ ചെയിനും സെറ്റപ്പ് ചെയ്തു. ഇന്ന് പെപ്സി ഇന്ത്യ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനെക്കാട്ടിലും വരുൺ ബെവറേജസ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കമ്പനീസിലും ബിസിനസ്സുകളിലും നിങ്ങൾക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ, ഒരു ഷെയർ ഹോൾഡറായി മാറാൻ സാധിക്കും.